ഏത് പ്രായം മുതലാണ് അങ്ങ് ലഹരിയുടെ ഉപയോഗം ആരംഭിച്ചത്? ലഹരിയുടെ ഉപയോഗം തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ മദ്യപാനം കണ്ട് സ്വഭാവം മദ്യപിക്കുന്ന കണ്ടാണ് ഞാനും ചെറുപ്രായത്തിൽ അച്ഛൻ മദ്യപിച്ചിട്ട് വെക്കുന്ന ഗ്ലാസിൻ്റെ അടിയിലൊരു സകലം അതിൻ്റെ ഒരു 5-6 തുള്ളി ഉണ്ടാകും. അത് കഴിച്ചു നോക്കിയ രുചി എൻ്റെ മദ്യത്തിൻ്റെ ആ രുചി അങ്ങനെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ശരിക്കും നന്നായിട്ട് മദ്യപിക്കാൻ തുടങ്ങിയത് ഞാൻ ഈ ഹൈ റേഞ്ചിൽ ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ജോലി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 17-18 വയസ്സിന് ശേഷമാണ് മദ്യപാനത്തിലേക്ക് ശരിയായ രീതിയിൽ മദ്യപാനം ഒരു മുഴുവൻ സമയം ഒരു മദ്യപാനി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. ഒരു 18-20 വയസ്സൊക്കെ പ്രായമാകുന്ന സമയത്ത് ഫുൾ ടൈം മദ്യത്തിനും കഞ്ചാവിനും അഡിക്റ്റായി തീർന്നു. പിന്നെ ഈ ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റേജിൽ വരെ ചെന്നെത്തുവാനിടയായി തീർന്നു. ഇന്നത്തെ ആധുനിക തലമുറ ഉപയോഗിക്കുന്ന ചില മോഡേൺ ലഹരി മരുന്നുകളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സമയത്ത് ലഭ്യമായിരുന്നു? അതെയോ അങ്ങ് അന്ന് അതേക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല അന്നത്തെ കാലത്ത്. ഇന്ന് നമ്മളിപ്പം ഈ MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നുകളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുക. ഇപ്പോൾ സുലഭമായിട്ടത് പലരും ചില ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്രായത്തിൽ അങ്ങനെയുള്ളതായ MDMA പോലുള്ള മയക്കുമരുന്നുകളെക്കുറിച്ച് എനിക്കറിവില്ല. അന്ന് പ്രധാനമായിട്ടും കഞ്ചാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹഷീഷ്, പിന്നെ കഞ്ചാവ് ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഒപ്പം അന്ന് വളരെ സുലഭമായി ഇഷ്ടാനുസരണം കിട്ടുന്ന വാറ്റിയാരയവും. ഇന്നത്തെ തലമുറയിലെ തലമുറയിൽ ഏറിയ പങ്കും ഈ മയക്കുമരുന്നിനും ഈ ലഹരികൾക്കും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയുക? മദ്യവും ലഹരി വസ്തുക്കളും കഞ്ചാവാണെങ്കിലും ഹഷീഷാണെങ്കിലും MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നാണെങ്കിലും ഒരു വ്യക്തിയെയും ഒരിക്കലും അതൊരു നല്ല ജീവിതത്തിലേക്ക് ഒരിക്കലും കൊണ്ടുപോകില്ല. ജീവിതത്തെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ് ഈ ലഹരി വസ്തുക്കളും മദ്യവും എല്ലാം ചെയ്യുന്നത്. അത് ഒരു തുടക്കം ചിലപ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ടായിരിക്കാം. കൂട്ടുകാർ കൂടി ഒരു ബെഗ് മദ്യം കഴിച്ചു, അല്ലെങ്കിൽ കഞ്ചാവിൻ്റെയോ മറ്റു മയക്കുമരുന്നിൻ്റെയോ ഒരു ഡോസ് ഒരു പുക ഉപയോഗിച്ചു. പക്ഷേ പിന്നീടത് കണ്ടിന്യൂ ചെയ്തിട്ട് നിർത്താൻ പറ്റാത്ത സ്റ്റേജിലേക്ക് വരെ ചെന്നെത്തുന്നു. ഈ മയക്കുമരുന്നില്ലാതെ മദ്യപാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള സ്റ്റേജിൽ വരുന്നു കഴിയുമ്പോഴാണ് പലവിധമായ അക്രമ സ്വഭാവങ്ങളും കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലും കുറ്റകൃത്യങ്ങൾക്ക് അകപ്പെട്ട് ജയിലുകളിൽ ചെന്നെത്തപ്പെടുകയും അവരുടെ ഭാവി ജീവിതം അതോടെ തകരുകയും ചെയ്യുന്നതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പല നവമാധ്യമങ്ങളിൽ പല വീഡിയോസും കാണുമ്പോൾ അതിൽ ചിലരൊക്കെ പറയാറുണ്ട്, ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായ കാര്യമാണ്, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലഹരി ഒരു പ്രകൃതി തരുന്ന ലഹരിയാണ്. അങ്ങനെയാണോ? അത് പ്രകൃതിയിൽ പിന്നെ കൃഷി ചെയ്ത് അല്ലെ നമ്മുടെ ഭൂമിയിൽ വിളയിച്ചെടുക്കുന്ന ഒരു സാധനമാണെങ്കിലും മനുഷ്യനെ വളരെയധികം പ്രതികൂലമായിട്ട് ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ഈ കഞ്ചാവ് അല്ലെ കഞ്ചാവിൻ്റെ ഉൽപ്പന്നങ്ങൾ. പല ഉൽപ്പന്നങ്ങൾ കഞ്ചാവിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മനുഷ്യന് ഒരിക്കലും ഒരു ഗുണകരമല്ല. ഇന്ന് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റ് പല രോഗങ്ങളും ഉണ്ടായിട്ട് അവസാനം ഈ ലങ്സിൻ്റെ അവരെ കേടുപാട്, കരളിന്, ലിവറിന് ഇതൊക്കെ കേട് സംഭവിച്ചിട്ട് ഒരു തീരാ രോഗിയായിട്ട് തീർന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും വരെ ഒരു ബാധ്യതയായിട്ട് മാറുക ചെയ്യുന്നത്. അവസാനം എന്താ സംഭവിക്കുന്നത്? എല്ലാം കയ്യിലെ പണവും നഷ്ടപ്പെട്ടു, ഈ ലഹരിക്ക് അടിമപ്പെട്ട് അവസാനം ഒരു നിത്യരോഗിയായിട്ട് അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് ഏതെങ്കിലും ആശുപത്രിയുടെ ഒരു മൂലയ്ക്ക് പോയി തള്ളപ്പെടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. വീട്ടുകാർക്ക് പിന്നെ അതൊരു വലിയ ബാധ്യതയായിട്ടൊരു പ്രശ്നമായിട്ട് പിന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഗുണകരമല്ല, ഒരിക്കലും നല്ല കാര്യമൊന്നും നമുക്ക് പറയാനും പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും അത് നല്ലതല്ല, ഒരു ഗുണം ചെയ്യുന്ന കാര്യമല്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അങ്ങേപ്പോലെയുള്ള ആളുകളുടെ ഈ ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ച് അങ്ങൊരു യൗവന കാലഘട്ടത്തിലാണ് അങ്ങയുടെ ജീവിതം നീണ്ട 14 വർഷങ്ങൾ ജയിലിറക്കാകുന്നത്. അതിന് കാരണം മദ്യവും ഈ മയക്കുമരുന്നും ജീവിത ശൈലികളും ഒക്കെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലെ യുവതലമുറ എല്ലാവരുമല്ല, പക്ഷേ എന്നാൽ ചിലരൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഈ സമൂഹത്തിൻ്റെ സ്വാധീനത്തിൽ ആ വലയത്തിൽ പെട്ടുപോകുന്നവരുണ്ട്. അങ്ങനെയുള്ള തലമുറയോട് അങ്ങേക്ക് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും ഈ ലഹരി വസ്തുക്കൾ ഒരു മനുഷ്യനും ഗുണം ചെയ്യത്തില്ല, ദോഷങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ മദ്യവും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ച്
അവരുടെ ജീവിതം ലക്ഷ്യമില്ലാത്ത അവസ്ഥയിലേക്കായിത്തീർന്ന് അവർ തകർന്നുകൊണ്ടിരിക്കുക. ആ മാതാപിതാക്കൾ എത്രയധികം വേദനിക്കുന്നുണ്ടെന്ന്, ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ ഭാവി സ്വപ്നം കണ്ടിരുന്ന മാതാപിതാക്കൾ എത്രയധികം വേദനിക്കുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും ഇതുപോലെ ക്ലാസ് എടുക്കാനും പ്രഘോഷണത്തിനൊക്കെ വചന പ്രഘോഷണത്തിന് ചെല്ലുമ്പോൾ പല മാതാപിതാക്കളും കണ്ണുനീരോടെ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവരുടെ സ്വഭാവം ഇതാണ്, ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവരതിൽ നിന്ന് മാറുന്നില്ല, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അനവധി മാതാപിതാക്കൾ വളരെ ക്രിമിനൽ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച്, മദ്യത്തിനും ലഹരി വസ്തുവിനും അടിമയായിരിക്കുന്ന, അത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികൾ പോലും ഈ ലഹരി വസ്തുക്കൾക്ക് അടിമയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ബിസിനസ്സുകാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമൂഹത്തോട് പറയുവാനുള്ള ഒരിക്കലും ഈ മദ്യമോ മയക്കുമരുന്നോ അത് ദോഷങ്ങൾ മാത്രമേ വരുത്തത്തുള്ളൂ, ജീവിതം തകർത്ത് കളയുന്നതാണ്. ഞാൻ പറയുന്നത് എൻ്റെ ആ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, എന്നെപ്പോലെ ജയിലിൽ ചെന്നിട്ട് നന്നാകാൻ ഒരിക്കലും നോക്കരുത്. പുറത്ത് വെച്ച് അങ്ങനെയുള്ള ദുസ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായി തീരണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുക, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല വ്യക്താവായി തീരാൻ സാധിക്കും.